പേളി ചേച്ചിയുടെ ഒരു അതിലെ ഒരു ക്രേസി ഷോ ഒക്കെ വരാണെങ്കിൽ ഞങ്ങൾ ചെയ്യും. എല്ലാരും മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ആ ഒരു എമ്പുരാനിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. കള്ളം പറയാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കള്ളം പറഞ്ഞുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ നിലനിൽക്കാൻ പറ്റും. അത് കുറെ കാലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ജീവിതമായി മാറും, അത്രേ ഉള്ളൂ. ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ജീവിതത്തിലുണ്ട്. ഞാൻ അങ്ങനത്തെ ആൾക്കാരുണ്ട് എൻ്റെ ലൈഫിൽ. തീരെ താല്പര്യമില്ല. ഡേറ്റിംഗ് ആപ്പിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പേടിയാ. ആഗ്രഹമുണ്ട്. അതെ, പേടിയാ. എങ്ങാനും കല്യാണം എപ്പോഴാണെന്നുള്ള ചോദ്യം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. പിന്നെ നാട്ടുമ്പുറത്തല്ലേ ജീവിക്കുന്നത്. ഹായ്, ഹലോ, എല്ലാവർക്കും മാറ്റിൻ ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ കള്ളം എന്ന് പറയുന്ന മൂവിയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ആദിൽ ഇബ്രാഹിമും നന്ദന രാജനുമാണ്. വെൽക്കം. താങ്ക് യു. എന്താണ് കള്ളം? ഈ ടൈറ്റിൽ കാണുന്ന പോലെ ഒരുപാട് കള്ളങ്ങൾ ഇങ്ങനെ കെട്ടുപണിഞ്ഞ് കിടക്കുന്ന ഒരു കഥയാണോ? തീർച്ചയായിട്ടും. കള്ളം എന്ന് പറഞ്ഞ ടൈറ്റിലിൽ പറയുന്ന പോലെ കുറച്ച് കള്ളങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. ആ കള്ളം ഏതാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? കള്ളമാണെന്ന് മാത്രം പറയാം, പക്ഷെ എന്താണ് കള്ളം മൊത്തം ഊരിയെടുക്കാൻ പറ്റാത്ത പോലെ കിടക്കുവാണോ? നിങ്ങളാണോ ഇത് അഴിച്ചെടുക്കാൻ പോകുന്ന ആൾക്കാർ? അഴിച്ചെടുക്കാം. നമ്മള് ജേർണലിസ്റ്റ് ആയിട്ടാണ് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കള്ളം എന്താണെന്ന് അന്വേഷിക്കാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ആണ് നമ്മള്. എങ്ങനെയാ കള്ളത്തിലേക്ക് ഇന്നാവുന്നേ? ഞാൻ ആക്ച്വലി നമ്മുടെ സുഹൃത്തും കൂടിയാണ് അനുറാം. അപ്പോൾ ഡയറക്ടർ. അപ്പോൾ അനു ഇങ്ങനെ ഒരു കഥ ഉണ്ട്, അപ്പോൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ കഥ ഒന്ന് കേൾക്ക്, ഇഷ്ടമാണെങ്കിൽ നീ ഫ്രീ ആണെങ്കിൽ നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു ഷൂട്ട് ഷെഡ്യൂളും ഡേറ്റ്സും ഒരു പ്ലാനും ഒക്കെ ആയതുകൊണ്ട് ഞാൻ ആദ്യം അതൊക്കെ ഓക്കെയാണ്, അപ്പോൾ കഥ കേൾക്കാം, അപ്പോൾ ബാക്കിയെല്ലാം കൺവീനിയൻ്റ് ആണ്, അപ്പോൾ കഥ കേൾക്കാം. അങ്ങനെ കഥ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ആയി സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സെൻഡ് മീ ദ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാനൊരു 1 നൈറ്റ് കൊണ്ട് തന്നെ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചു. ബിക്കോസ് ഒരു ഒന്നാമത് പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്നുള്ളൊരു ധൃതിയും കൂടി ഉള്ളതുകൊണ്ട്. ആൻഡ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, കുറേ ലൈക്ക് ഭയങ്കര ഇന്നോവേറ്റീവ് റൈറ്റിംഗ് സ്റ്റൈൽ അല്ല, പക്ഷെ ചൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, പറഞ്ഞ രീതി ഒക്കെ വെരി കൺവിൻസിങ് ആണ്. അപ്പോൾ ഐ റിയലി ലൈക്ക് ദി സ്ക്രിപ്റ്റ്. അപ്പോൾ ആര്യ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയത് എന്ന് അനു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അനുറാം ആദ്യമായിട്ട് എനിക്ക് അറിയുന്ന അനുറാം ഒരുപാട് സ്വന്തമായിട്ട് തന്നെ കഥ എഴുതിയിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഈ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ സ്ക്രിപ്റ്റ് എടുത്തത് എന്നുള്ള അതേ ഒരു ഇതിൽ തന്നെ ഞാനും ഐ ഓൾസോ സെഡ് ഓക്കെ ഞാനും വരാം, ഞാനും ജോയിൻ ചെയ്യാം. അങ്ങനെയാണ് ഞാനിതിൻ്റെ ഭാഗമാകും. പക്ഷേ യുനോ എനിക്ക് തോന്നുന്നു നമ്മളൊരു 20 to 30 days ആണ് നമ്മളൊരു ടോട്ടൽ ടൈം നമ്മൾ എടുത്തത് ഈ ഒരു സംഭവം പുൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് വളരെ നല്ല നാട്ടുകാരൊക്കെ, നമ്മൾ തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഭയങ്കര സഹകരണമൊക്കെ ആയതുകൊണ്ട് ഈ ഷോട്ട് സൂപ്പർ ഫാസ്റ്റ്, എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ പോയി. ഇപ്പോൾ അത് റിലീസും. സോ വി ആർ വെരി ഹാപ്പി. എനിക്ക് തോന്നുന്നു മുന്നത്തെ സിനിമയൊക്കെ ഓഡീഷൻ വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് എങ്ങനെയാ, ഓഡീഷൻ ആയിരുന്നോ അതോ? ഇതിലേക്കല്ല, ഇതിലേക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് മിനിറ്റിൽ ഡയറക്ട് കാസ്റ്റ്. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ അനുറാം സർ, നമ്മുടെ ഡയറക്ടർ സാറിനോട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഹരിത എന്ന് പറഞ്ഞിട്ട്, ക്യൂ സ്റ്റുഡിയോയിലൊക്കെ ആങ്കറിങ് ചെയ്യുന്ന. അപ്പൊ അങ്ങനെ അനുറാം സാറിന്റെ മനസ്സിലുണ്ട് എൻ്റെ ഒരു ഇത്. അപ്പൊ ഇവരിങ്ങനെ ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരാൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ ലാസ്റ്റ് മിനിറ്റ് എത്തി. ആൻഡ് ആ അന്നത്തെ ദിവസം, അതായത് പിറ്റേ ദിവസമാണ് ഷൂട്ടെങ്കിൽ തലേ ദിവസമാണ് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഹരിത വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നോർമലി ഞാൻ അങ്ങനെ എൻ്റെ ഫോൺ സൈലന്റ് മോഡിലായിട്ട്, എനിക്ക് ഫോൺ അടിക്കുന്ന കേൾക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാ. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഹരിത വിളിക്കുന്നത്. അപ്പൊ ഞാൻ എടുക്കൂലായിരുന്നു, പക്ഷെ എന്തോ ആ സമയത്ത് എൻ്റെ ഫോൺ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എടുത്തു. ഹരിത പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, വിളിക്കാം. അങ്ങനെ പറഞ്ഞേ. അപ്പം അവര് വിളിക്കും, ഓക്കെ അല്ലേ എന്ന് പറഞ്ഞു. ഓക്കെ, പടമുണ്ട്. നമ്മള് പടമുണ്ട് എന്ന് പറയുമ്പോ നെക്സ്റ്റ് ഡേ നടക്കാൻ പോകുന്ന പടാന്ന് നമ്മൾ ചിന്തിക്കൂലല്ലോ. അതെ. അപ്പൊ അങ്ങനെ സാറ് വിളിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു. ആക്ച്വലി ഈ പടം നടന്നത് തന്നെ അങ്ങനെ കേട്ടോ, വളരെ ക്വിക്കായിട്ട് ഈ സിനിമ നടന്നത്. അപ്പൊ അതുകൊണ്ട് നടന്നതാണ്. ലൈക്ക് വളരെ പെട്ടെന്ന് ഷൂട്ട് ഡേറ്റ്സ് ലോക്ക് ചെയ്യുന്നു, ആർട്ടിസ്റ്റുകളെ ലോക്ക് ചെയ്യുന്നു, ലൊക്കേഷൻ ലോക്ക് ചെയ്യുന്നു, അങ്ങനെയാണ്. എന്തോ ഭാഗ്യത്തിന് കുറെ സംഭവം എനിക്ക് മിസ്സായിട്ടുണ്ട്, ചില ആഡ്സും കാര്യങ്ങളൊക്കെ. സിനിമ ഇതുവരെ മിസ്സായിട്ടില്ല. ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു സംഭവം ഇല്ല. ഫോൺ കോളിംഗ് ആൻഡ്
ഇല്ല. ടെക്സ്റ്റ് ചെയ്യും, മെസ്സേജ് ചെയ്യും, ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണ്, നേർക്ക് നേർ സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഫോൺ എന്തോ എനിക്ക് അലർജി പോലെ. അപ്പൊ അങ്ങനെ സാറിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ സാർ കഥ കേൾക്കാൻ പറ്റൂലേ ചോദിച്ചു. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആ ഒരു ലെവലിൽ അങ്ങനെ ചോദിക്കാവുന്ന ലെവലിലേക്ക് എത്തിപ്പോയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് തന്നെയാണ്. അതിന്റെ അഹങ്കാരമാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കും, ആരെങ്കിലും വിളിച്ചാ അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന പാർട്ടെങ്കിലും ഞാൻ അറിഞ്ഞിരിക്കണമല്ലോ, ഫുൾ കഥ അല്ലെങ്കിലും. പക്ഷെ സാറ് ഫുൾ കഥ പറഞ്ഞു തന്നപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. നല്ല കഥയാണ്, നല്ല ക്യാരക്ടറാണ്, ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ മറ്റേ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഇത് അതിൻ്റെ അകത്തുനിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു, ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് വരുമ്പോ പെപ്പയുടെ കൂടെ അഭിനയിച്ചു, അക്ഷയുടെ കൂടെ അഭിനയിച്ചു. ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓഹോ, നല്ല രസമായിരുന്നു. എനിക്ക് അറിയില്ലല്ലോ, നമ്മള് D4 ഡാൻസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ആദിത്യനെ മാത്രമേ പരിചയമുള്ളൂ. എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ക്യാരക്ടർ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. ഭയങ്കര ഫണ്ണി ആയിട്ട് ചില്ലായ ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെ രസമായിരുന്നു വർക്ക് ചെയ്യാൻ. ഭയങ്കര തമാശയൊക്കെ പറയും. നന്ദനയുടെ അമ്മ ഉണ്ടായിരുന്നു ഷൂട്ടിന്. ഈസ് സോ സ്വീറ്റ്. ലൈക്ക് അമ്മനെ കാണുമ്പോൾ തന്നെ ലൈക്ക് ഓ മൈ ഗോഡ്, സച്ച് ഭയങ്കര ഒരു സോ ഫുൾ ഓഫ് ലവ്. ആ ചിരിയൊക്കെ. അപ്പൊ ഐ യൂസ് ടു ടോക്ക് ടു ഹെർ മോർ ദാൻ ഐ ടു സ്പോക്ക് ടു ഹെർ, ഐ തിങ്ക്. ബിക്കോസ് ഷീ സോ സ്വീറ്റ്. ഭയങ്കര അടിപൊളിയാണ്. ആൻഡ് അച്ഛൻ ഓൾസോ കെയിം നമ്മുടെ ഷൂട്ടിന്റെ പകുതിയൊക്കെ ആയപ്പോ അല്ലേ? നേരത്തെ വന്നിട്ടുണ്ട്. ലൊക്കേഷനിൽ വരല് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാ. സോ വി മെറ്റ് ഹിം ഓൾസോ. ഭയങ്കര അടിപൊളി പേരൻസ് ആണ് നന്ദനയ്ക്ക്. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ എങ്ങനെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ. അല്ല, അടിപൊളിയാണ്. നിങ്ങളുടെ നാട്ടുകാരൊക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേര്. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഇനി ഫോൺ ഓണാക്കി വെക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതിരിക്കാൻ ഇപ്പൊ നന്ദന പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഒരു അന്വേഷണത്തിന്റെ ഇതാണല്ലോ മൂടാണല്ലോ. അപ്പം 1000 ബേബീസിൽ അൻസാരി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഈ കഥാപാത്രത്തിന് വേണ്ടി? ഇല്ല, ആക്ച്വലി രണ്ട് വേറെ ക്യാരക്ടേഴ്സ് ആണ്. അത് രണ്ടിന്റെയും ക്യാരക്ടർ ട്രെയ്റ്റ്സും വേറെയാണ്. അൻസാരി കുറച്ചും കൂടെ എന്താ പറയാ, ഭയങ്കര സബോർഡിനേറ്റ് ആണ്. യുനോ ലൈക്ക് ഹി വോണ്ട്സ് ടു ബി ദ എന്താ പറയാ, ഈ അജി എന്ന് പറയുന്ന റഹ്മാൻ സാർ ചെയ്ത ക്യാരക്ടറിന്റെ പുള്ളിക്ക് എന്താവശ്യമുണ്ടോ അത് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ തോട്ടിൽ നടക്കുന്ന ആളാണ് അൻസാരി. ഭയങ്കര പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്. ആനന്ദ് കുറച്ച് ഈ ഇങ്ങനത്തെ ആൾക്കാരുടെ ഹ്യൂമൻ മൈൻഡ്സിന്റെ കോംപ്ലക്സിറ്റീസ് ഒക്കെ മനസ്സിലായ ഒരാളാണ്. ഈ ക്രൈം ഷോസും ഒക്കെ എന്താ പറയുക, അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട്. സോ ഹീ ഗിവ്സ് ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള തോട്ടുകളൊക്കെ കൊടുക്കും ഇയാളുടെ പാർട്ട്ണറിൻ്റെ അടുത്ത്. അപ്പോൾ ദേ ഹാവ് ദീസ് കൺഫ്യൂഷൻ ബിക്കോസ് രണ്ടുപേരുടെയും ചില ഐഡിയോളജികൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രത്യേകതകൾ ആനന്ദ് എന്ന് പറയുന്ന ക്യാരക്ടറിനുണ്ട്. ഓൾസോ ഹീസ് വെരി അൻസാരി പോലെയല്ല, ലുക്ക് വൈസ് മാത്രമല്ല വ്യത്യാസം, ഈവൻ ഇൻ ടേംസ് ഓഫ് അവരുടെ മെക്കാനിക്സ് ഒക്കെ, തിങ്കിങ് മെക്കാനിക്സ് ഒക്കെ ഡിഫറെൻ്റ്. അപ്പോൾ രസമായിരുന്നു. ഇത് കുറച്ച് ദിവസം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഈ ക്യാരക്ടർ. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ വളരെ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ യു കാൺ സ്റ്റേ വിത്ത് ദാറ്റ് ക്യാരക്ടർ സോ ലോങ്. പക്ഷെ അൻസാരി അങ്ങനെയല്ല. അൻസാരി ഞങ്ങൾ ഏകദേശം 60-70 ഡേയ്സ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് എ സീരീസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേ ഡിഫറെൻ്റ് അല്ലേ. Both are very special. But അപ്പൊ എനിക്ക് തോന്നുന്നു ഡയറക്ടർ സാറും ഒരു വേഷം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു സിനിമയിൽ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇവര് പണ്ട് തൊട്ടേ അറിയുന്ന ഫ്രണ്ട്സാണ്. ആദ്യത്തെ സിനിമ നിങ്ങൾ ഒരുമിച്ച്. അപ്പൊ ഞങ്ങള് തമ്മിലുള്ള ഡൈനാമിക്സ് കുറച്ച് ക്രേസിയാണ്. അത് നമ്മളങ്ങനെ പച്ചക്കൊക്കെ കാര്യങ്ങളൊക്കെ അല്ല, എന്റെ ഫ്രണ്ടാണ്, ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, അതുകൊണ്ടും കൂടിയാണ്, അല്ലാതെ വേറെ ഒന്നും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ടർ അഭിനയം ഒക്കെ അത്യാവശ്യം നന്നായി ചെയ്യുന്ന ഒരാളാണ്. അനു ഇപ്പൊ ഇതിലൊരു ചെറിയൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഇതിലൊക്കെ ഇനി ഇതിപ്പോ ഓക്കെ, ഇനിമേല ഇതിപ്പോ സ്വന്തം സിനിമയുണ്ടോ ഓക്കെ, ബാക്കി ഉള്ളവര് എന്ത് വിചാരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ റൈറ്ററും പ്രൊഡ്യൂസറും ഒരാളാണ്.
അപ്പൊ അവരുടെ കൂടെയുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഐ മീൻ അവരുടെയാണ് ക്യാമിയോ എന്റർടൈൻമെന്റ്സ്. അവര് ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഡൂയിങ്. അല്ലാതെ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ആ റൈറ്റർ ഒരു ആഗ്രഹത്തിൽ ഷീ ബിക്കേം ദ പ്രൊഡ്യൂസർ. ഇപ്പൊ നമ്മള് ഡയറക്ടർ അഭിനയിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പം നമ്മള് ചേട്ടൻ ആങ്കറിങ്ങിലൂടെയാണ് വന്നത് അല്ലേ? അപ്പം ഈ അഭിനയം ആങ്കറിങ് മാത്രമല്ലാതെ ഒരു കഥ എഴുതാനും ഒരു കഥ ഒരു സിനിമ എടുക്കാനൊക്കെ ആഗ്രഹം ഉണ്ട്. ഞാൻ ആക്ച്വലി ഇഷ്ടമാണ് റൈറ്റിംഗ്, ഇഷ്ടമാണ്. ഞാൻ റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ ഒരു ക്രിയേറ്റീവ് പീസ് ഓഫ് വർക്ക് ആണോ എന്ന് അറിയില്ല ഇതുവരെ. ഞാൻ എഴുതുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി സ്നിപ്പറ്റ്സ്, എൻ്റെ ഓരോ തോട്ടുകൾ കഥയായിട്ട് എഴുതിയത് ഒന്ന്. ആക്ച്വലി ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഞങ്ങളൊരു കഥ എഴുതി. അതിൻ്റെ വാട്ട് ഹാപ്പൻഡ് ഞങ്ങളത് ഡിസ്കസ് ചെയ്ത് ഒരാളുടെ അടുത്തത് പറഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമുണ്ട്, സെക്കൻഡ് ഹാഫ് ഇങ്ങനെയല്ല പോകേണ്ടത്. അപ്പോൾ അതിൽ ആ ഒരു തിരക്കഥ എന്ന് പറയുന്ന സാധനം അവിടെ താൽക്കാലികമായിട്ടൊന്ന് സ്റ്റക്കായിരുന്നു. ബിക്കോസ് യു ആസ്ക്ഡ് ആൻഡ് സെയിം. പക്ഷേ ഇഷ്ടമാണ്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. എഴുതണം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. പ്രതീക്ഷിക്കാം. പക്ഷേ ഭാവി എപ്പോഴായിരിക്കും ഭാവി ഡയറക്ഷനും ഇഷ്ടമല്ല. ലൈക്ക് ഓൾ ദാറ്റ് ഇൻട്രസ്റ്റ് ഉണ്ട് ഡെഫിനറ്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്യുന്ന ഒരാളുമല്ല. അത്രയും ഷുവർ ആണെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഞാൻ പണ്ട് അനൗൺസ് ചെയ്തിരുന്നു, എന്ത് അനൗൺസ് ചെയ്ത് അങ്ങനെ എന്തൊക്കെ അനൗൺസ് ചെയ്തു എന്ന് വിചാരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ല. ഇഫ് ഐ ആം ഓൺലി ഷുവർ ആ സമയത്ത് അങ്ങനത്തെ ആ സമയത്തും അതേ മൈൻഡ് സെറ്റ് ആണെങ്കിൽ ചെയ്യണം. പക്ഷെ അല്ലെങ്കിൽ ഇഫ് യു ആസ്ക് മീ, എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അഭിനയത്തിൽ തന്നെ നിന്ന് പോവാണോ അതോ പഴയ നമ്മുടെ ഡീഫോ ഡാൻസ് പോലെ ഒരു എന്താ പറയാ ഒരു പേളി ചേച്ചിയുടെ ഒരു അതിലേടെ ഒരു അങ്ങനത്തെ ഇപ്പൊ പേളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നാ അതുപോലത്തെ ഒരു ഷോ വന്നാൽ നമുക്ക് ചെയ്യാനോട്ടോ, നമ്മുടെ അതുപോലത്തെ ഒരു ഷോ വന്നാൽ നമുക്ക് എന്തായാലും എല്ലാരും മിസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ആ ഒരു അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്രേസി ഷോ ഒക്കെ വരാണെങ്കിൽ ഞങ്ങൾ ചെയ്യും. പക്ഷെ അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. പിന്നെ വന്നില്ല. ഓൾസോ കുറെ ആയില്ലേ, ഇപ്പൊ അവാർഡ് ഷോസ് അല്ലേ നിങ്ങൾ? അവാർഡ് ഷോസ് ഇടയ്ക്ക് ഇങ്ങനെ വരാറ്. പക്ഷെ അവാർഡ് ഷോസ് അവാർഡ് പടം പോലെ നമ്മൾ കള്ളത്തെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കള്ളം പറഞ്ഞാലോ? ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കള്ളം പറയണം കേട്ടോ. എമ്പുരാനിൽ ഞാനൊരു വേഷം ചെയ്യുന്നുണ്ട്. വേദനിപ്പിക്കുന്ന അല്ല, ലൂസിഫറിലുള്ളതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കള്ളം പറഞ്ഞത് കൈയോടെ വീട്ടിൽ പിടിച്ചിട്ടുണ്ട്. ഇല്ല. സത്യമാണോ കള്ളമാണോ? കള്ളം പറയണം. അപ്പൊ പോകിയിട്ടില്ല. കള്ളം പറയാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കള്ളം പറഞ്ഞുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ നിലനിൽക്കാൻ പറ്റും ചില ഏരിയയിലൊക്കെ. ഇപ്പൊ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ കാലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു ജീവിതമായി മാറും, അത്രേ ഉള്ളൂ. അല്ലാതെ പക്ഷെ കള്ളം പറഞ്ഞ ആൾക്കാർക്ക് നിലനിൽക്കാനൊക്കെ പറ്റും. പക്ഷെ ഈ പറഞ്ഞ പോലെ കള്ളം വേർത്താണോ പറയാൻ എന്നുള്ളത് ഓരോരുത്തരുടെ സെൻസിബിലിറ്റിയിൽ നിന്ന് അവരവര് കണ്ടുപിടിച്ചിട്ട് എടുക്കേണ്ടതാണ്. അതിൽ നമുക്കൊരു ഒപ്പീനിയൻ പറയാൻ മാത്രമേ പറ്റൂ. ഇനി ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ജീവിതത്തിലുണ്ട്? ഇല്ല. അപ്പൊ ഉണ്ട്. കുറേ ഇല്ല, കുറച്ച് പേരുള്ളൂ. ഒരിക്കലും കാണാൻ ആഗ്രഹം ഇല്ലാത്ത അങ്ങനത്തെ ആൾക്കാരുണ്ട് എന്റെ ലൈഫിൽ. തീരെ താല്പര്യമില്ല. ജാട കാണിക്കാറുണ്ട്? ആക്ച്വലി ഇല്ലേ ഇല്ല, ഒട്ടും കാണിക്കാറില്ല. ചെറുതായിട്ട് കാണിക്കാം. ഞാൻ അവിടെ ഒന്ന് ചായ കുടിക്കാൻ. അല്ല, എന്റെ ഈ പുരികവും എന്റെ ഈ ഒരു സ്ഥിരം സ്ഥായി ഭാവമില്ലേ, അതൊരു ജാട, ഒരു ഗിവിങ് വൈബ്സ് ആണ്. അതുകൊണ്ട് ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ നമ്മളെ കൃത്യമായിട്ട് അറിയാവുന്ന ആൾക്കാര് ഒരിക്കലും ഈ അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാനങ്ങനെ ജാട കാണിച്ചു കൊല്ലും. പറയാതെ പോയ പ്രണയം ഉണ്ടായിട്ടില്ല. ഫേക്ക് ഐഡി ഉപയോഗിച്ച് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. കള്ളം പറയണോ? കള്ളം പറയാൻ പിന്നെ എത്രയോ പേരെ പറ്റിച്ചിട്ടുണ്ട്. ഈ ഇന്റർവ്യൂവിൽ കള്ളം പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്റർവ്യൂലോ? ഉണ്ട്. ഞാൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അല്ല. ശരിക്കും ആണ്. അല്ല, ഭയങ്കര കോൺഷ്യസ് ഒന്നല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ നടക്കാം. ഞാൻ അങ്ങനെ ഭയങ്കര, ഇപ്പൊ ഞാൻ കുസാറ്റിലാണ് പഠിച്ചത്.
ഞാൻ ഭയങ്കര ഹോംലെസ് ആയിട്ടൊക്കെയാണ് നടക്കുക. മെട്രോയിൽ കയറി പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ബിസി ലൈഫായിരുന്നു. ലാബിലൊക്കെ പോയി മാതിരി മോശമായിട്ടുണ്ടാവും മുഖമൊക്കെ. ഒന്നാമത് കെമിസ്ട്രി റിലേറ്റഡ് ആണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ മറ്റേ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആ സാധനമൊക്കെ ശ്വസിച്ചിട്ട് ഒരുമാതിരി ആയിട്ടുണ്ടാവും മുഖം. പക്ഷെ എന്നാലും ഞാൻ മെട്രോയിൽ കയറി അങ്ങനെ ഇപ്പൊ തോന്നുന്നുണ്ട് വെച്ചാൽ കുറച്ചുകൂടെ ആൾക്കാരൊക്കെ അറിയുന്നു, അപ്പൊ കുറച്ചുകൂടെ അത് കുറച്ച് നെസസറി ആണ്. കാരണം അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നത് നീ എന്താ ഇങ്ങനെ നടക്കുന്നേ, അപ്പൊ എനിക്ക് ചെറുങ്ങനെ തോന്നും അങ്ങനെ. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര കോൺഷ്യസ് ഒന്നുമല്ല. ഡേറ്റിംഗ് ആപ്പിൽ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ട്? ഉണ്ട്. ഇല്ല എനിക്ക് പേടിയാ. എനിക്കൊന്നും ആഗ്രഹമുണ്ട്. അതെ, പക്ഷെ പേടിയാ എങ്ങാനും. ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എല്ലാ മെസ്സേജുകളും വായിക്കാറുണ്ട്? ഇല്ല, ഫോൺ പോലും എടുക്കത്തില്ല. ഞാനെല്ലാം വായിക്കാറുണ്ട്. എനിക്ക് തന്നെ മാറിപ്പോ തുടങ്ങി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റേ റിപ്ലൈ കൊടുക്കുമോ? മെസ്സേജസ് ഒക്കെ കൊടുക്കണ്ടാണെങ്കിൽ കൊടുക്കും. അല്ലാണ്ട് വെറുതെ ഹായ് ഹലോ അതൊന്നുമില്ല. പറഞ്ഞ പോലെ കള്ളം പറഞ്ഞ് വീട്ടിൽ പിടിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. അപ്പൊ ഉണ്ട്. പോലീസല്ലേ പിടിക്കൂല? അമ്മയെ പിടിക്കുക, അച്ഛൻ പിടിക്കൂല. അച്ഛനും മനസ്സിലാവുന്നില്ല പോലീസ്. അച്ഛനെന്നാലും അച്ഛനെന്നെ പെട്ടെന്ന് അല്ല, അച്ഛൻ എന്നെ ഭയങ്കര വിശ്വാസല്ലേ. അമ്മക്ക് എന്നെ വിശ്വാസമില്ല. അമ്മ പെട്ടെന്ന് കണ്ടിട്ട് വിളിക്കാത്ത ഫംഗ്ഷന് പോയിട്ടുണ്ട്? വിളിക്കാത്ത ഫംഗ്ഷന് പോയിട്ടില്ല. അപ്പൊ ഉണ്ട്. പോയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. കോളേജിലൊക്കെ പഠിക്കുമ്പോ തന്നെ പണി അവിടെ ഒരു കല്യാണം നടക്കും. കല്യാണം എപ്പോഴാണെന്നുള്ള ചോദ്യം ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഇല്ല. ഉണ്ട്. പിന്നെ നാട്ടുമ്പുറത്തല്ലേ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ. അതെ, കേട്ടിട്ടില്ലേ? ഞാൻ കഴിഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ കേൾക്കുന്നില്ല. കല്യാണം കഴിഞ്ഞോ? വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി ലാസ്റ്റ്. പിന്നെ പക്ഷെ കുറവാട്ടോ എനിക്ക്. അങ്ങനെ എല്ലാരോടും ചോദിക്കുന്ന പോലെ എന്നോട് ചോദിക്കാറില്ല. അപ്പം നമുക്കിപ്പോ കൊച്ചു കൊച്ചു സിനിമകളൊക്കെ പ്രേക്ഷകർ ഏറ്റെടുത്ത് തുടങ്ങുന്ന ഒരു സമയമാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ എല്ലാരും കൊച്ചു കൊച്ചു സിനിമയാണെങ്കിലും അതിന് നല്ല റിവ്യൂ പറയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മുടെ ഈ കള്ളം ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് പ്രേക്ഷകരിലേക്ക് നൽകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? കൊച്ചു കൊച്ചു സിനിമകൾ പ്രേക്ഷകർ ഏറ്റെടുക്കണം എന്നുള്ളത് തന്നെ നല്ലൊരു കാര്യമാണ്. കാരണം അതൊരു സെൻസിബിലിറ്റിയാണ് ആളുകളുടെ. ഒരു സിനിമ കാണുമ്പോൾ അവർക്ക് ഊഹിക്കാൻ പറ്റണം ഇതിന് വലിയ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനത്തെ ഒരു സിനിമ, പക്ഷേ ഇത് പറയാൻ ശ്രമിച്ച കഥ ഇതാണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള സെൻസിബിലിറ്റി ഇപ്പോൾ പ്രേക്ഷകർക്ക് വരുന്നുണ്ട്. സോ ആ സെൻസിബിലിറ്റിയിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു കഥ എന്താ പറയുക, നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഇതായിരിക്കാം സത്യം എന്ന് പറഞ്ഞ് നമ്മളെ റീഡയറക്റ്റ് ചെയ്യുന്നത് മാത്രമായിരിക്കില്ല സത്യം വേറെ പലതുമാവാം. ദർ കുഡ് ബി അനദർ ആംഗിൾ ടു ട്രൂത്ത് എന്നൊക്കെ ആശയം പറയാൻ ശ്രമിക്കുന്ന ഒരു സിനിമയാണ് കള്ളം. നമുക്ക് ഒരുപാട് മാർക്കറ്റിംഗ് ഗിമിക്ക് കാണിക്കാനുള്ള ബജറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലോട്ട് പോയിന്റോ ഒന്നും കള്ളത്തിലില്ല. ഒരു ഡയറക്റ്റ് കഥയുണ്ട്. ആ കഥ ഡയറക്റ്റായിട്ട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കുറച്ച് പാഷനറ്റ് ആയിട്ടുള്ള ഞങ്ങൾ കുറച്ച് അഭിനേതാക്കളും ക്രൂവും ഒക്കെ കൂടെ ചേർന്ന് ഒരു കൊച്ചു സിനിമ. സോ സിനിമ വരുമ്പോൾ കാണുക. ഈ കൊച്ചു സിനിമകളെ സപ്പോർട്ട് ചെയ്യണം, ആ സിനിമകളിലെയും എംപവർ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെങ്കിലും കാണുക. അങ്ങനെ ആണെങ്കിൽ ഈ സിനിമ വിജയിക്കും. അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതെ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.